എല്ലാവർക്കും ചെസ് മെക്കാനിക്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാസ്ലിങ്ങിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. കാസ്ലിംഗ് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ മൂവാണ്. ഈ ഒരു മൂവ് എന്ന് വെച്ചാൽ ചെസ്സിൽ ഒരേ സമയത്ത് രണ്ട് പീസുകൾ മൂവ് ചെയ്യുന്ന ഒരു മൂവാണ് കാസ്ലിംഗ്. അതായത് കിങ്ങും റൂക്കും ഒരേ സമയത്ത് മൂവ് ചെയ്യും. രണ്ട് ടൈപ്പ് കാസ്ലിംഗ് ഉണ്ട്. കിങ് സൈഡ് കാസ്ലിങ്ങും ക്യൂൻ സൈഡ് കാസ്ലിങ്ങും. കിങ് സൈഡ് കാസ്ലിംഗ് എന്ന് വെച്ചാൽ കിങ് ഇരിക്കുന്ന സൈഡിലോട്ടുള്ള കാസ്ലിങ്ങും ക്യൂൻ സൈഡ് എന്ന് വെച്ചാൽ ക്യൂൻ ഇരിക്കുന്ന സൈഡിലോട്ടുള്ള കാസ്ലിങ്ങുമാണ്. ഇനി നമുക്ക് എങ്ങനെ കാസ്ലിംഗ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കാസ്ലിംഗ് ചെയ്യണമെങ്കിൽ കിങ്ങിൻ്റെയും റൂക്കിൻ്റെയും ഇടയ്ക്ക് മറ്റൊരു പീസും കാണാൻ പാടില്ല. ആ രണ്ട് സ്ക്വയേഴ്സും വാക്കൻ്റ് ആയിരിക്കണം. എന്നാലേ കാസ്ലിംഗ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് കിങ്ങും റൂക്കും മൂവ് ചെയ്യാനും പാടില്ല. കിങ്ങും റൂക്കും അവരുടെ അതേ സ്ക്വയറിൽ ചെന്ന് മൂവ് ചെയ്യാതിരിക്കണം. എന്നാലേ നമുക്ക് കാസ്ലിംഗ് പോസിബിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ കാസ്ലിംഗ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കിങ് സൈഡ് കാസ്ലിംഗ് ചെയ്യാൻ നമ്മൾ കിങ്ങിനെ രണ്ട് സ്ക്വയർ അപ്പുറത്ത് മൂവ് ചെയ്യുക. അതായത് 1, 2. എന്നിട്ട് ഈ റൂക്കിനെ കിങ്ങിൻ്റെ അടുത്തുള്ള സ്ക്വയറിൽ വെച്ചാൽ മതി. ഇതാണ് കിങ് സൈഡ് കാസ്ലിംഗ്. ഇനി ക്യൂൻ സൈഡ് കാസ്ലിംഗ് നമുക്ക് നോക്കാം. ക്യൂൻ സൈഡ് കാസ്ലിങ്ങും ഇതേപോലെ തന്നെ കിങ്ങിനെ ക്യൂൻ സൈഡിലോട്ട് രണ്ട് സ്ക്വയർ മൂവ് ചെയ്യുക. 1, 2. എന്നിട്ട് റൂക്കിനെ കിങ്ങിൻ്റെ അടുത്ത് വയ്ക്കുക. ഇതിനെയാണ് കാസ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് കിങ് ചെക്കിലിരിക്കുമ്പോൾ കാസ്ലിംഗ് പോസിബിൾ അല്ല. ഇപ്പോൾ കിങ് ചെക്കിലാണ് ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് കാസ്ലിംഗ് പോസിബിൾ അല്ല. അതല്ലാതെ തന്നെ കാസ്ലിംഗ് ചെയ്യുമ്പോൾ കിങ് ചെക്കിൽ വന്നിരിക്കാനും പാടില്ല. അതായത് ഇപ്പോൾ നമ്മൾ ക്യൂൻ സൈഡ് കാസ്ലിംഗ് ചെയ്യാൻ പോയാൽ കിങ് ഈ സ്ക്വയറിലായിരിക്കും വരുന്നത്, റൂക്ക് ഇവിടെയും. പക്ഷേ കിങ് ഈ സ്ക്വയറിലാണെങ്കിലും ഇവിടെ ചെക്കുണ്ട് ക്യൂന് വന്നിട്ട്. അതുകൊണ്ട് ഇവിടെ കാസ്ലിംഗ് പോസിബിൾ അല്ല. പക്ഷേ ഇവിടെ കിങ് സൈഡ് കാസ്ലിംഗ് പോസിബിളാണ്, കാരണം അവിടെ ചെക്കൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് കിങ് സൈഡ് കാസ്ലിംഗ് ചെയ്യാൻ പറ്റില്ല. കാരണം കിങ് വന്നിരിക്കുന്ന സ്ക്വയറിൽ ചെക്കുള്ളതുകൊണ്ട് ഈ ഒരു കിങ് സൈഡ് കാസ്ലിംഗ് ഇവിടെ പോസിബിൾ അല്ല. കിങ് എന്തിനാണ് ക്യാസിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ കിങ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും റൂക്കിന് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അതായത് ഇവിടെ ഇപ്പോൾ കിങ് ക്യാസിൽ ചെയ്താൽ റൂക്കിന് ഇനി ഈസി ആയിട്ട് E5-ലോ D5-ലോ ഒക്കെ വന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുമല്ലാതെ തന്നെ ഈ കിങ് സെൻറ്ററിലിരിക്കുമ്പോൾ കൂടുതൽ അറ്റാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആ ഒരു ചാൻസസ് ഒഴിവാക്കിക്കൊണ്ടാണ് നമുക്ക് കാസ്ലിംഗ് ചെയ്ത് കിങ്ങിനെ സേഫ് ആക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാസ്ലിംഗ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.